ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും HPSC മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജൂണിൽ എക്സാം കലണ്ടർ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരുപാട് എക്സാമിനേഷൻസ്, ടെക്നിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സുകാർക്കും മെക്കാനിക്കലുകാർക്കൊക്കെ ഒത്തിരി പരീക്ഷകൾ, ഇലക്ട്രിക്കലുകാർക്ക് ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ബിടെക്കുകാർക്ക് ഒരു നല്ലൊരു പോസ്റ്റായിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ECE. അപ്പോൾ അതിൽ സിലബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആകെ 2 വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും കൂടാൻ ചാൻസ് ഇല്ല. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ അത് ഉള്ളൂ. ഒരു ബിടെക് ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് ആ ഒരു ടഫ്നെസ് എക്സാമിനേഷൻ ഉണ്ടാവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സിലബസ് വന്നാൽ 10 സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള എക്സാമുകളിൽ പോലെ ഓരോ ടോപ്പിക്കിൻ്റെയും താരമാർക്ക് 1 മാർക്ക് പോകാൻ അങ്ങനെയുള്ള ഡിവിഷനൊന്നും പറഞ്ഞിട്ടില്ല. ഓവറോൾ ടോപ്പിക്കിന് ഇത്ര മാർക്ക് ആണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊരു ഇലക്ട്രോണിക്സ് എക്സാമിനേഷനും പോലെ തന്നെ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ആൻഡ് പാസീവ് കമ്പോണൻസ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷനും ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് കോമ്പോണൻസും ആക്റ്റീവ് ആൻഡ് പാസീവ് ടൈപ്സ് ഓഫ് പാസീവ് കമ്പോണൻസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും കളർ കോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അത്രയും ഭാഗം 10 മാർക്കിന്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് സർക്യൂട്ട്, EDC, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയർ, ട്രാൻസിസ്റ്ററിൻ്റെ കാര്യം, സ്റ്റെബിലൈസേഷൻ്റെ ആവശ്യം എന്താണ്, റെസണൻസ് സർക്യൂട്ടുകൾ, സീരീസ് ആൻഡ് പാരലൽ, ആ റെസണൻസ് എന്താണ്, റെസണൻസ് ഫ്രീക്വൻസി എന്താണ്, ക്വാളിറ്റി, ക്യൂ ഫാക്ടർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സിംഗിൾ ട്യൂൺഡ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ഫ്രീക്വൻസി റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ എക്സാമിനേഷൻ നടക്കുന്ന 5-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 മാസമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയുള്ളൂ. ഒരുപാട് എക്സ്ട്രാ ടോപ്പിക്കൊന്നും വരുന്നില്ല. മൂന്നാമത്തേത് ഓസിലേറ്റർ, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ EDCയിൽ പെടുന്ന തന്നെയാണ്. അപ്പോൾ അതായത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 20 മാർക്കുകൾ EDC കിട്ടിയില്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ബാർക്കോസും ക്രൈറ്റീരിയ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ പിച്ച് ഓസിലേറ്റർ, അപ്ലിക്കേഷൻസ് ഓഫ് RC ഓസിലേറ്റർ, LC ഓസിലേറ്റർ 2 ഉണ്ട്, ഹാർട്ട്ലിംഗ്, കോൾപിറ്റ്സ്, പിന്നെ ക്രിസ്റ്റൽ. ഇതൊക്കെ ഏതിലുള്ളതാണ്? നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ളതാണ് കേട്ടോ. 2 കോമൺ ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേലും കൂടെ ഉപകാരപ്പെടും. പിന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സ് അതിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ വേവ് ഫോം, RC ഡിഫറൻഷ്യേറ്റർ, ഇൻറ്റഗ്രേറ്ററിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു വേവ് ഫോം മറ്റു വേവ് ഫോമായിട്ട് കൺവേർട്ട് ആവുന്നത്, സ്പൈക്കായിട്ടും കോസൈനായിട്ടൊക്കെ കൺവേർട്ട് ആവുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കണ്ടീഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ, പക്ഷേ സാധാരണ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും എന്തായിരിക്കും, മറ്റേ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വെച്ചാൽ തുടങ്ങുക. അത് പറഞ്ഞിട്ടില്ല, ഉണ്ട്, പക്ഷേ വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, പാരലൽ ആഡർ, മൾട്ടിപ്ലക്സർ, ഡാറ്റ സെലക്ടർ, മക്സർ, ഡിമക്സർ, എൻകോഡർ, ഡീകോഡർ, BCD ടു ഡെസിമൽ. കണ്ടോ കൺവേർഷൻസ് ഇങ്ങനെ വരുന്നത്. BCD ടു ഡെസിമൽ, ബൈനറി ടു ഗ്രേ കോഡ്, ഗ്രേ ടു ബൈനറി, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, സിംഗിൾസ്, ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, അത് ഗേറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഗേറ്റുകളെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഗേറ്റുകൾ യൂസ് ചെയ്തിട്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്ത് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ ഇൻപുട്സ്, മാസ്റ്റർ സ്ലേവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് IC 7476 കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടേഴ്സ്, കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇനി പ്രിൻസിപ്പൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇനിയൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം. ഇതൊക്കെ നോർമൽ, എപ്പോഴും AM FM PM പറയാറുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ വേവ് ഫോമും എക്സ്പ്രഷനും മോഡുലേഷൻ ഇൻഡെക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AM, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് FM തമ്മിലുള്ള കമ്പാരിസൺ ഓഫ് AM-ഉം FM-ഉം, ഫ്രീക്വൻസി, സ്പെക്ട്രം, ബാൻഡ്വിഡ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രത്യേകിച്ച് AM ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റേഡിയോ ട്രാൻസ്മിറ്റർ, റിസീവർ, ഇതും അതിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക്, FM ട്രാൻസ്മിറ്റർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് FM ജനറേഷൻ, പ്രീ എംഫസിസ്, DEംഫസിസ്, AFC, നോയ്സ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നീഡ് ഫോർ മോഡുലേഷനും പഠിക്കാനുണ്ട് കേട്ടോ. നീഡ് ഫോർ ഡിമോഡുലേഷൻ നോക്കാനുണ്ട്. പ്രിൻസിപ്പൾസ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, ബ്ലോക്ക് ഡയഗ്നോ, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, AM ഡിമോഡുലേറ്റർ, ഡയോഡ് ഡിറ്റക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. AGC, സിമ്പിൾ ആൻഡ് ഡിലേഡ് AGC, ചോയ്സ് ഓഫ് IF ഇൻ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി റേഞ്ചൊക്കെ നോക്കുക കേട്ടോ. IFൻ്റെ AM-ലാണെങ്കിലോ FM-ലാണെങ്കിലൊക്കെ സെലക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി, അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ ഡെഫിനിഷൻസ്. ബ്ലോക്ക് ഡയഗ്നോ FM റിസീവർ, ലിമിറ്ററിൻ്റെ ആവശ്യം എന്താണ്, AM-ഉം FM റിസീവറിൻ്റെ കമ്പാരിസൺ. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇത് പിന്നെ
ചിലപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർ. പക്ഷേ എളുപ്പമുള്ള ഭാഗമാണ്. CR ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതും നമ്മൾക്ക് മെഷർ ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞ നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഈ CR ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കുന്ന ആ സംഭവങ്ങളല്ലേ, അതൊക്കെ തന്നെ മതി. പക്ഷേ പോളിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കൂടെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. പോളിയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കുന്ന ആ കാര്യം കൂടെ ഒന്ന് കവർ ചെയ്യണം. ഇതിനൊക്കെ അക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് നോക്കുക. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ അല്ലേ, അത് നമ്മൾ +2 പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്, അനലോഗ് മൾട്ടിമീറ്റർ, യൂസസ് ഓഫ് ഗാലനോമീറ്റർ ആസ് മൾട്ടിമീറ്റർ, DC കറണ്ട് DC വോൾട്ടേജ്, AC കറണ്ട് AC വോൾട്ടേജ്, സ്പെസിഫിക്കേഷൻ, ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഡിഫറൻസ് ബിറ്റ്വീൻ 3.5 and 4.5 ഡിജിറ്റൽ ഡിസ്പ്ലേ ഇൻ ടേംസ് ഓഫ് അക്യുറസി. CROനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അതിന് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിന് നമ്മളിതിൽ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയണമായിരിക്കും. CROൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തത് സ്റ്റഡി ഓഫ് ഓപ്പാമ്പ്. ഓപ്പാമ്പിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ. ഓപ്പാമ്പിൻ്റെ പിൻ കോൺഫിഗറേഷൻ, അത് ഇന്നർ ഡയഗ്രാമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവേർട്ടിങ്, നോൺ ഇൻവേർട്ടിങ്, എക്സ്പ്രഷൻ ഓഫ് ഗെയിൻ, വോൾട്ടേജ് ഫോളോവർ എന്താണ്, PLL ടൈമറും, ജനറൽ ബ്ലോക്ക് ഡയഗ്രാം, PLL അതിൻ്റെ ഡെഫിനിഷൻസ്, ലോക്ക് റേഞ്ച്, ക്യാപ്ചർ റേഞ്ച്, പുള്ളിങ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ SC 566നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, SC അതുപോലെ 565 PLLനെ കുറിച്ചുള്ള ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ. 555ൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ആ സംഭവങ്ങളൊക്കെ, സർക്യൂട്ടുകളുണ്ടല്ലോ 555 വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻസൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. LM380 ഓഡിയോ പവർ ആംപ്ലിഫയർ. IC 7866 നെഗറ്റീവ് വോൾട്ടേജുകൾ, നെഗറ്റീവും പോസിറ്റീവും. കാരണം 79 വരെ നെഗറ്റീവ് ആയിരിക്കും, 79 എന്ന് പറയുന്നത്, 78 എന്ന് പറയുന്നത് നെഗറ്റീവ് റെഗുലേറ്റർ IC ആയിരിക്കും. 317 അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, 320, 340, 723 ഒക്കെ ഓരോന്ന് എന്താണുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ. SMBS അങ്ങനെ. IC 435 എന്തിനാണെന്നുള്ളതൊക്കെ നോക്കാം. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പൾസ് മോഡുലേഷൻ, ഡിജിറ്റൽ കാരിയർ മോഡുലേഷൻ, അതൊക്കെയാണ്. പൾസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും. PCM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. PAM, PWM, PPM തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. DPCM ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, കമ്പാൻഡിങ്, ക്വാണ്ടൈസേഷൻ എന്താണ്, നോയ്സ് അതിൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കുക. ഡെൽറ്റ മോഡുലേഷൻ, നോയ്സ് ഇൻ ഡെൽറ്റ മോഡുലേഷൻ, സ്ലോപ്പ് ഓവർലോഡും ഗ്രാനുലർ നോയ്സ്, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷനൊക്കെ നോക്കുക. ഡിജിറ്റൽ കാരിയർ മോഡുലേഷനിൽ നമ്മൾ QPSK, BFSK, BPSK, MSK, GMSK എവിടെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയുള്ള ചോദ്യം വരാനായിട്ട്. GSM എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മൈക്രോ കൺട്രോളിൻ്റെ എംബഡഡ് സിസ്റ്റം. 8051നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ AVR അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. 2 വേക്കൻസി ഉള്ളൂ. നല്ല ടഫർ കോമ്പറ്റീഷനാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഇതിൻ്റെയൊക്കെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.